ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് നടന്ന വേൾഡ് കപ്പ് യോഗ്യതാ മത്സരത്തിൽ ബ്രസീലിന് ബൊളീവിയയോട് പരാജയപ്പെടേണ്ടി വന്നിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബൊളീവിയ വിജയിച്ചിട്ടുള്ളത്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ മിഗേലിറ്റോ നേടിയ പെനാൽറ്റി ഗോളാണ് ബൊളീവിയക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിൽ ആധിപത്യം പുലർത്തിയതും ബൊളീവിയ തന്നെയാണ്. കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ അവർക്ക് കഴിഞ്ഞു. അതേസമയം ഉയരമേറിയ ഈയൊരു സ്റ്റേഡിയത്തിൽ ബ്രസീലിയൻ താരങ്ങൾ കളിക്കാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ശ്വാസതടസ്സം അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഏതായാലും നിരന്തരം ബൊളീവിയൻ താരങ്ങൾ ആക്രമണങ്ങൾ നടത്തിയപ്പോഴും അവിടെ ബ്രസീൽ നന്ദി പറയേണ്ടത് ഒരൊറ്റ മനുഷ്യനോടാണ്. അത് മറ്റാരുമല്ല, ബ്രസീലിൻ്റെ ഗോൾ കീപ്പറായ ആലിസൺ ബക്കറാണ്. അദ്ദേഹം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് കൂടുതൽ ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വരുമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതായത് ആകെ 23 ഷോട്ടുകളാണ് ബൊളീവിയ ഉതിർത്തിട്ടുള്ളത്. അതിൽ 10 എണ്ണവും ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു. അതേസമയം ബ്രസീലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആകെ 10 ഷോട്ടുകൾ, 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. അപ്പോൾ തന്നെ ആ ഒരു അന്തരം നമുക്ക് വളരെ വ്യക്തമാകും എന്നുള്ളതാണ്. ഏതായാലും ആലിസണിന്റെ ഒരു പ്രകടനം എടുത്തു പരിശോധിക്കേണ്ടതുണ്ട്. ഈ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ലഭിച്ച രണ്ടാമത്തെ താരം അത് ആലിസൺ ബക്കറാണ്. സോഫാ സ്കോർ അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ് 8.6 ആണ്. ആലിസൺ ബക്കർ ഒരു ഗോൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത്. 9 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. നിർണായകമായ 9 സേവുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇല്ലായിരുന്നുവെങ്കിൽ കൂടുതൽ ഗോളുകൾ ബ്രസീലിന് വഴങ്ങേണ്ടി വരുമായിരുന്നു. അതായത് 90% ഷോട്ടുകളും സേവ് ചെയ്യാൻ ആലിസൺ ബക്കർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 10 ലോങ് പാസുകൾ, അതിൽ 4 അക്യുറേറ്റ് ആയിരുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ വരുന്നത്. മികച്ച പ്രകടനമാണ് ഗോൾ വലക്ക് മുന്നിൽ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ബ്രസീൽ നന്ദി പറയേണ്ടത് ആലിസൺ ബക്കറിനോട് തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.